പ്രൈസ് ദി ലോർഡ്. ഹെറോദീസ് എന്തുകൊണ്ടാണ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അസ്വസ്ഥനായത്? എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ആ ശിശുക്കളെയൊക്കെ വധിക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചത്? നമുക്കെല്ലാവർക്കും കാരണമറിയാം. അവൻ്റെ ഉള്ളിൽ ഭയമുണ്ടായിരുന്നു. അവൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന ഭയം, തൻ്റെ കസേര തെറിക്കുമെന്ന ഭയം, അധികാര ഭ്രഷ്ടനാക്കപ്പെടും എന്നുള്ള ഒരു ഭയം. ഇന്ന് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഈ ഭയം കടന്നുകൂടിയിട്ടുണ്ട്. ഹെറോദീസിനെ പോലെ നാം പലതും നഷ്ടപ്പെടും എന്ന് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തോട് അടുക്കുവാൻ, പ്രാർത്ഥനയിൽ വളരുവാൻ, വിശുദ്ധിയിൽ വളരുവാൻ, ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനെ പോലെ ജീവിക്കുവാനൊക്കെ നമുക്ക് മടിയാണ്, അല്ലെങ്കിൽ ഭയമാണ്. എന്തുകൊണ്ടായിരിക്കാം ഈ ഭയം? ഞാൻ നന്നായാൽ, ഞാൻ ദൈവത്തോട് അടുത്താൽ, ഞാൻ കൂടുതൽ ആത്മീയമായി വളർന്നാൽ എനിക്ക് പലതും നഷ്ടപ്പെടും. ലോകത്തിൽ നിന്ന് കിട്ടുന്ന പലതും എനിക്ക് നഷ്ടപ്പെടും. സമ്പത്താകാം, സുഖമാകാം, സൗകര്യങ്ങളാകാം, കൂട്ടുകാരായിരിക്കാം, ഈ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ബഹുമാനങ്ങൾ, സ്ഥാനമാനങ്ങളൊക്കെ ആയിരിക്കാം, ലോകം നൽകുന്ന സന്തോഷമായിരിക്കാം, ലോകം നൽകുന്ന സൗകര്യങ്ങളായിരിക്കാം. അങ്ങനെ പലതും എനിക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും, പലതും എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ക്രിസ്തുവിനോട് അടുക്കുവാനുള്ള ഒരു ഭയം ഇന്ന് പല വ്യക്തികളുടെ ഉള്ളിലുണ്ട്. ആ ഭയത്തെ മാറ്റിയെങ്കിൽ മാത്രമേ, പ്രിയ സഹോദരങ്ങളെ, ഈ ക്രിസ്മസ് ആഘോഷം നമുക്ക് നന്നായി നടത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇത് തിരഞ്ഞെടുപ്പിനുള്ള ഒരു സമയമാണ്. ഏതാണ് വിലപ്പെട്ടത്? ഏതാണ് പ്രധാനപ്പെട്ടത്? യേശുവിനോട് അടുക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷമാണോ, അതോ നശ്വരമായ ഈ ലോകത്തിൽ നിന്ന് അല്പകാലത്തേക്ക് മാത്രമായി നമുക്ക് ലഭിക്കുന്ന സന്തോഷങ്ങളും സുഖങ്ങളുമാണോ? ഈ തെരഞ്ഞെടുപ്പ് നാം നടത്തേണ്ടിയിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 3:8 പൗലോസ് പറയുന്നുണ്ടല്ലോ, ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ ഞാൻ ബാക്കിയെല്ലാം നഷ്ടപ്പെടുത്തുന്നു. ഞാൻ ബാക്കിയെല്ലാത്തിനെയും നഷ്ടമായും ഉച്ഛിഷ്ടമായും കരുതുന്നു. ക്രിസ്തുവിനെ പ്രതി, യേശുവിനെ പ്രതി ഇതുപോലെ ഒരു തീരുമാനമെടുക്കുവാൻ നിനക്ക് സാധിക്കുമോ? ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.